രവി മോഹൻ എന്ന വ്യക്തിയോടുള്ള സ്നേഹം ഓരോ തവണയും പ്രേക്ഷകർക്ക് വർദ്ധിച്ചു വരികയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന കുറിപ്പുകൾ രവി മോഹന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ പങ്കുവച്ചിരുന്ന ഡിവോഴ്സും അതിനു വേണ്ടിയുള്ള അലുമിനിയം ആവശ്യപ്പെട്ടുള്ള പൈസയുടെ കാര്യങ്ങളുമൊക്കെ ജയം രവിയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള വിധിയും വിധിച്ചത്. എന്നാൽ ഇപ്പോൾ ജയം രവി പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് എന്ന് പറയാം. എന്നെ ആരും ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്, സഹതാപം കാണിക്കരുത്, എനിക്കത് വളരെ തന്നെ വിഷമമുണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ സഹതാപമൊന്നും എനിക്ക് ആവശ്യമില്ല, ആരുടെയും സഹതാപത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് രവി മോഹൻ വെളിപ്പെടുത്തുന്നത്. കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ താൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് രവി മോഹൻ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇതെന്ന് കൂടി പറഞ്ഞിരുന്നു. എനിക്ക് വിവാഹമോചനം കിട്ടുന്നത് വരെ ഞാൻ അഭിനയിക്കില്ല എന്നും എൻ്റെ ഒരു സിനിമയും റിലീസ് ചെയ്യില്ല എന്നുമാണ് ഇമോഷണലായി രവി മോഹൻ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ആരാധകരുടെ നിരന്തരമായ മെസ്സേജുകളും സുഹൃത്തുക്കളുടെ മോട്ടിവേഷനും എല്ലാം കേട്ട രവി മോഹൻ ഇമോഷണലി അങ്ങനെ ഒരു തീരുമാനം എടുത്തുപോയി. ഇത് ഇത്രയും കാലം എന്നെ വളർത്തിയ എൻ്റെ ആരാധകർക്ക് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഇനി അറിയാതെ പോലും ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയുകയില്ല, ചിന്തിക്കുകയുമില്ല. ഞാൻ സിനിമയിൽ സജീവമാകും എന്ന് രവി മോഹൻ അറിയിച്ചു. ഇപ്പോഴിതാ അവസാനം അവാർഡ് വേദികളിൽ നിറസാന്നിധ്യമായി മാറുകയാണ് രവി മോഹൻ. യോഗി ബാബുവിനെ നായകനാക്കി സിനിമ സംവിധാന രംഗത്തേക്ക് അരങ്ങേറുന്നു. സിനിമ വികടന്റെ അവാർഡ് ഷോയിൽ സംസാരിക്കവേ വീണ്ടും ഇക്കാര്യം രവി മോഹൻ ആവർത്തിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റായിരുന്നുവെന്നും അഭിനയം നിർത്തുമെന്ന് ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലായിരുന്നുവെന്നും അതിൻ്റെ ചോറാണെന്ന് പോലും ഓർക്കാതെയാണ് ഞാൻ സംസാരിച്ചതെന്നും അത്തരത്തിൽ ഒരാളും സംസാരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത്തരത്തിൽ സംസാരിച്ചതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതോടെ എല്ലാവരും നന്നായി തന്നെയാണ് രവി മോഹനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറയുന്നു. രവിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തിയല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തു. വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്കും അത് തോന്നുന്നത്. അദ്ദേഹത്തിന് അത് പറയാൻ കാണിച്ച മനസ്സിനെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. അത് വളരെ നല്ലൊരു മനസ്സുകൂടിയാണ് എന്ന് പ്രേക്ഷകരും എടുത്തു പറയുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചുമൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. രവി മോഹന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതും ദുരിതങ്ങൾ സംഭവിച്ചതും വളരെയധികം വിഷമമായി തന്നെ മാറുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. വളരെ കൃത്യമായി തന്നെയാണ് ഓരോ വാർത്തകളും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടും എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും രവി മോഹൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ വളരെയധികം സ്നേഹവും അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും രവി മോഹൻ എന്ന താരത്തിനെ വളരെയധികം ഇഷ്ടമാണ്. ഞങ്ങൾ വളരെ ചെറുതിലെ തൊട്ടും ആരാധിച്ച ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു നിലയിൽ തന്നെ രവി മോഹൻ ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് വളരെയധികം സങ്കടകരമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതോടൊപ്പം പ്രേക്ഷകരും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പറയുകയും പ്രേക്ഷകരുടെ പ്രീതി മനസ്സിലാക്കിപ്പിച്ച് തരികയും ചെയ്യുന്നുണ്ട്. ഓരോ തവണ പ്രേക്ഷകരുടെ പ്രീതി മനസ്സിലാക്കിപ്പിച്ച് തരുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം ഇത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.